والصلاة والسلام على من لا نبي بعده. സഹീഹ് തർഗീബ് തർഹീബിൽ കിതാബ് സ്വലാത്തിൽ നിസ്കാരം പാഴാക്കുന്നതിൻ്റെ അല്ലെങ്കിൽ വേണമെന്നുകൊണ്ട് വൈകിപ്പിക്കുന്നതിൻ്റെ ഗൗരവത്തെ അറിയിക്കുന്ന ഹദീസുകൾ. അതിലടുത്ത ഹദീസ് وعن معاذ بن جبل رضي الله عنه قال أتى رسول الله صلى الله عليه وسلم رجلا فقال يا رسول الله. معاذ بن جبل رضي الله عنه ധരിക്കാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു വ്യക്തി വന്നു. എന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലിംനി അമലൻ ഇദാ അന അമിൽതുഹു ദഖൽതുൽ ജന്ന. എനിക്ക് ഒരു അമല് നിങ്ങൾ പഠിപ്പിച്ചു തരണം, അത് ഞാൻ ചെയ്താൽ, ആ കർമ്മം ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന ഒരു കർമ്മം പഠിപ്പിച്ചു തരണം പറഞ്ഞു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുശ്രിക് ബില്ലാഹി ഷൈഅൻ വഇൻ ഉദ്ദിബ്ത വഹുരിഖ്ത. നീ ഒന്നിനെയും അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, നീ ശിക്ഷിക്കപ്പെട്ടാലും നിന്നെ കത്തിച്ചു കളഞ്ഞാലും. അതി' വാലിദൈക വഇൻ അഖ്റജാക മിൻ മാലിക് വമിൻ കുല്ലി ഷൈഇൻ ഹുവ ലക്. നീ നിന്റെ മാതാപിതാക്കളെ അനുസരിക്കുക. വഇൻ അഖ്റജാക മിൻ മാലിക്, നിന്റെ സമ്പത്തിൽ നിന്ന് അവർ നിന്നെ പുറത്താക്കിയാലും. വമിൻ കുല്ലി ഷൈഇൻ ഹുവ ലക്, നിന്റേതായിട്ടുള്ള എന്തിൽ നിന്നും നിന്നെ അവർ ഒഴിവാക്കി കഴിഞ്ഞാലും നീ അവരെ അനുസരിക്കണമെന്നുള്ളത്. അത് ഹക്കായ നിലക്ക് മാതാപിതാക്കൾ നമ്മുടെ ഏതൊരു കാര്യം എടുക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് അതവർക്ക് അവകാശപ്പെട്ടതാണ് ഹക്കായ നിലക്ക്. അതുപോലെ തന്നെ ഏത് കാര്യമാണെങ്കിലും. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് ഒരു തരത്തിലും മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ ധിക്കരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. മാതാപിതാക്കളെ അനുസരിക്കണം എന്നുള്ളത്. വലാ തത്റുക് സ്വലാത്ത മുതഅമ്മിദൻ, നീ വേണമെന്നുകൊണ്ട് നീ നിസ്കാരം ഒഴിവാക്കരുത്, നീ നിസ്കാരം പാഴാക്കുന്ന ഒരാളാകരുത്. ഫഇന്ന മൻ തറക സ്വലാത്ത മുതഅമ്മിദൻ ഫഖദ് ബരിഅത് മിൻഹു ദിമ്മത്തുല്ലാഹ്. ആരാണോ നിസ്കാരം പാഴാക്കുന്നത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിമ്മത്തിൽ നിന്ന്, സംരക്ഷണത്തിൽ നിന്ന് അവൻ ഒഴിവാകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ ഹദീസിലും നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട് നിസ്കാരം വേണമെന്ന് വെച്ചുകൊണ്ട് പാഴാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആ സംരക്ഷണം നമുക്ക് നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പുറത്താകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഹദീസിൽ ശിർക്ക് ചെയ്യരുത് എന്നുള്ളത് ഗൗരവത്തെ അറിയിക്കുന്നുണ്ട്. മാതാപിതാക്കളെ അനുസരിക്കണം എന്നതിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ടത് ഒരു കാരണവശാലും നിസ്കാരം പാഴാക്കുന്ന ആളുകളായി തീരാൻ പാടില്ല. وعنه قال أوصاني رسول الله صلى الله عليه وسلم بعشر كلمات. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് 10 കാര്യങ്ങൾ ഉപദേശിച്ചു, 10 കാര്യങ്ങൾ വസിയത്ത് നൽകി. ഖാല, എന്നിട്ട് ഓരോന്നും പറയാൻ. ലാ തുശ്രിക് ബില്ലാഹി ഷൈഅൻ വഇൻ ഖുതിൽത വഹുരിഖ്ത. നീ കൊല്ലപ്പെട്ടാലും അതുപോലെ തന്നെ നിന്റെ ജീവനോടെ കത്തിച്ചു കളയുകയാണെങ്കിൽ പോലും നീ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്, നീ ശിർക്ക് ചെയ്യരുത്. കാരണം ശിർക്ക് എന്നുള്ളത് എല്ലാ അമലിനെയും തകർത്ത് കളയുന്ന, ശാശ്വതമായ ഒരാൾ നരകത്തിലാകുന്ന ഗൗരവമുള്ള ഏറ്റവും വലിയ ദുൽമാണ്. അതുകൊണ്ട് തന്നെ നീ ഏതൊക്കെ തരത്തിൽ നിന്നെ ഉപദ്രവിക്കപ്പെട്ടാലും നീ ശിർക്ക് ചെയ്യുന്ന ഒരാളായി മാറരുത് എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, വലാ തഉഖന്ന വാലിദൈക വഇൻ അമറാക അൻ തഖ്റുജ മിൻ അഹ്ലിക വമാലിക. നീ നിന്റെ മാതാപിതാക്കളെ ഉപദ്രവിക്കരുത്. വഖൂഖുൽ വാലിദൈൻ, അവർ നിന്നോട് നിന്റെ സമ്പത്തിൽ നിന്നും നിന്റെ കുടുംബത്തിൽ നിന്നും പുറത്താക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറയുകയാണെങ്കിലും, അതായത് നിന്റെ സമ്പത്തിൽ നിന്ന് മാതാപിതാക്കൾ എന്തെങ്കിലും ചെലവഴിക്കാൻ പറയുകയാണ്, അത് ബാത്തിലായ നിലക്കല്ല, ഹറാമായ നിലക്കല്ല, ഇസ്രാഫില്ല, അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ നിനക്ക് എത്ര ഇഷ്ടമുള്ള ഒരു സമ്പത്താണെങ്കിലും ആ മാതാപിതാക്കൾക്ക് വേണ്ടി അത് ചെലവഴിക്കുക, അവരെ അനുസരിക്കുക. അതുപോലെ തന്നെ നിന്റെ കുടുംബത്തിൽ നിന്ന് ഉദ്ദേശിച്ചത് മാതാപിതാക്കൾ കൽപ്പിക്കുകയാണെങ്കിൽ നിനക്കൊരു അടിമ സ്ത്രീയുണ്ട്, അവളെ ഒഴിവാക്കണം എന്നൊരു പറയാണ്, അല്ലെങ്കിൽ ഭാര്യയെ തൊലാക്ക് ചെല്ലാൻ പറയാണ്, അതനുസരിക്കണം. പക്ഷെ അതൊരു ബാത്തിലായ നിലക്കല്ല, അത് ആ മാതാപിതാക്കൾ ദീനിയായിട്ടുള്ള ഒരു മസ്ലഹത്ത് കാണുന്നുണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സംഭവം കാണാം. ഉമർ റളിയല്ലാഹു അൻഹു മകനോട് ഭാര്യയെ തൊലാക്ക് ചെയ്യാൻ പറഞ്ഞു. കാരണം ഭാര്യയെ കൊണ്ട് മകന് ദോഷമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്.
അപ്പൊ ആദ്യം തയ്യാറായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിക്കുകയും റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹു അനുസരിക്കാൻ പറയുകയും ചെയ്ത് മകനോട് ഉമർ റളിയല്ലാഹു അനുസരിക്കാൻ പറഞ്ഞ സംഭവമുണ്ട്. ഇതേപോലെ തന്നെ പിൽക്കാലത്ത് ഇമാം അഹ്മദിന്റെ അടുക്കൽ വന്ന് ഒരാൾ പറയുകയുണ്ടായി, എന്റെ ഉപ്പ പറയുന്നുണ്ട് എന്റെ ഭാര്യയെ തൊലാക്ക് ചെയ്യാൻ, ഞാൻ ചെയ്യട്ടെ ചോദിച്ചു. ഇമാം അഹ്മദ് പറഞ്ഞു വേണ്ട, നീ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോ ആ വ്യക്തി ചോദിച്ചു ഇമാം അഹ്മദിനോട്, ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചിട്ട് മകൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇമാം അഹ്മദ് മറുപടി പറഞ്ഞത് എന്റെ വാപ്പ ഉമർ റളിയല്ലാഹു അൻഹു അല്ല എന്നാണ്. കാരണം അത് മസ്ലഹത്തും കാര്യങ്ങളൊക്കെ പരിഗണിച്ച് മാത്രമുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ഹദീസ് വായിച്ചിട്ട് ഏതൊരു ഉപ്പയും ഭാര്യ തൊലാക്ക് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം എന്നല്ല അതിന്റെ ഉദ്ദേശം. പക്ഷെ ഇത് ഉദ്ദേശിക്കുന്നത് അത്ര ഗൗരവമുള്ള ഒരു കാര്യത്തിൽ പോലും അനുസരിക്കൽ, മാതാപിതാക്കളെ അനുസരിക്കണം എന്നതിനെ അറിയിക്കുകയാണ്. ولا تتركن صلاة مكتوبة متعمدا فإن من ترك صلاة مكتوبة متعمدا فقد برئت منه ذمة الله. നീ നിർബന്ധമായിട്ടുള്ള നിസ്കാരം നീ പാഴാക്കരുത്, നീ അത് നഷ്ടപ്പെടുത്തുന്നതാവനാകരുത്. അങ്ങനെ നീ നഷ്ടപ്പെടുത്തിയാൽ, പാഴാക്കി കളഞ്ഞാൽ, വേണമെന്നുകൊണ്ട് നിനക്കറിയാം നിസ്കരിക്കാൻ സമയമായിട്ടുണ്ട്, നിസ്കരിക്കണം, നിസ്കാരം നിർബന്ധമാണ്, ഒക്കെ നിനക്കറിയാം, എന്നിട്ടും നീ നിസ്കരിക്കാതെ പാഴാക്കുന്ന ഒരാളാണ് എങ്കിൽ ഫഖദ് ബരിഅത് മിൻഹു ദിമ്മത്തുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നിന്നിൽ നിന്ന് ഒഴിവാകുന്നതാണ്. അള്ളാഹുവിന്റെ സംരക്ഷണവും സഹായമൊക്കെ ഒഴിവായി കഴിഞ്ഞാൽ വേറെ ആരുടെ സഹായം നമുക്ക് ഉപകരിക്കുക? വേറെ ആരും ഉപകരിക്കില്ല. വലാ തശ്റബന്ന ഖംറൻ, നീ മദ്യപിക്കരുത്. ഖംർ എന്നുള്ളത് മദ്യത്തിന് പറയുമെങ്കിലും പൊതുവായി ബുദ്ധിയെ മറച്ചു കളയുന്ന ഏതൊരു ലഹരി വസ്തുവിനും ഖംർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഒരു തരത്തിലും ആ നിലക്കുള്ള കാര്യങ്ങൾ ഉപയോഗിക്കരുത്. ഫഇന്നഹു റഅ്സു കുല്ലി ഫാഹിഷ, അതെല്ലാവിധ മ്ലേച്ഛതകളുടെയും അടിസ്ഥാനമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ബുദ്ധി മറന്നു കഴിഞ്ഞാൽ, ഇപ്പൊ മദ്യമാവട്ടെ മറ്റെന്ത് ലഹരി ആവട്ടെ, ബുദ്ധി നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എന്താണ് പ്രവർത്തിക്കുന്നത്, എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് ഒന്നും അറിയാത്ത അവസ്ഥ ഉണ്ടാവുക. അപ്പൊ എല്ലാ മ്ലേച്ഛമായ കാര്യങ്ങളുടെയും തുടക്കം അല്ലെങ്കിൽ അടിസ്ഥാനം അല്ലെങ്കിൽ അതെല്ലാം ഉൾക്കൊള്ളുന്ന കാര്യമാണ് ഈ ലഹരി എന്നുള്ളത്. വയ്യാക വൽ മഅസിയ ഫഇന്ന ബിൽ മഅസിയതി ഹല്ല സഖ്തല്ലാഹ്, നീ പാപങ്ങളെ സൂക്ഷിക്കുക. കാരണം പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കോപം നിന്റെ മേലെ നിർബന്ധമാക്കും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഹറാമുകൾ അത് ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കോപം നിന്റെ മേലെ നിർബന്ധമാകുന്ന ഒരു കാര്യമാണത്. വഇയ്യാക വൽ ഫിറാറ മിനൽ സഹഫ് വഇൻ ഹലകൻ നാസ്, യുദ്ധമുഖത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നതിനെ നീ സൂക്ഷിക്കുക. ജനങ്ങൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പങ്കെടുക്കുമ്പോൾ ജനങ്ങൾ ഒപ്പമുള്ള ആളുകൾ മരിച്ചു വീഴുകയാണെങ്കിലും അതിൽ നിന്ന് നീ പിന്തിരിഞ്ഞോടുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. യുദ്ധമുഖത്ത് നിന്ന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്തിരിയുക എന്നുള്ളത് വൻപാപത്തിന്റെ കൂട്ടത്തിൽ എണ്ണിയിട്ടുള്ളതാണ്. എന്നാൽ യുദ്ധത്തിന് മുമ്പ് തന്നെ ശത്രുക്കൾ വലിയ ഒരു സംഘമുണ്ട്. ഇപ്പൊ മുസ്ലിമുകളെക്കാളും വലിയ ഇരട്ടികളായിട്ട് ശത്രുക്കളുണ്ട് എന്നുള്ള അവസ്ഥയിലെല്ലാം പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകിയിട്ടുണ്ട്, തിരിഞ്ഞു പോരാമെന്നുള്ള ഇളവ് നൽകിയിട്ടുണ്ട്. പക്ഷെ യുദ്ധം നടന്നു കഴിഞ്ഞിട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിനിടയിൽ വെച്ച് പിന്തിരിഞ്ഞോടുക എന്നുള്ളത് ഗൗരവമുള്ള തെറ്റാണ്. വൈൻ അസാബന്നാസ മൗതുൻ ഫസ്ബുത്, ജനങ്ങൾക്കെല്ലാം മരണം ബാധിക്കുന്ന സമയത്തും നീ ഉറച്ചു നിൽക്കുക. ഇതോടുള്ള ഉദ്ദേശം, നീ ജീവിക്കുന്ന ഒരു നാട്ടിൽ ഒരു പകർച്ചവ്യാധി ബാധിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആളുകൾ എല്ലാം മരിച്ചു വീഴുകയാണെങ്കിലും ആ നാട്ടിൽ നിന്ന് നീ പുറത്തു പോകാൻ പാടില്ല എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഒരു നാട്ടിൽ പകർച്ചവ്യാധി ബാധിച്ചിട്ടുണ്ടെങ്കിൽ, താഊനോ പ്ലേഗ് പോലെയുള്ളതോ ഏതെങ്കിലും പകർച്ചവ്യാധി ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്ന് ഒരാൾ പുറത്തോട്ടും പോകാൻ പാടില്ല, വേറെ നാട്ടിൽ നിന്ന് ആ നാട്ടിലേക്ക് വരാനും പാടില്ല. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന നാടിൽ ആളുകൾക്ക് പകർച്ചവ്യാധി വന്ന ആളുകൾ മരിച്ചു വീഴുകയാണെങ്കിലും അവിടെ നിന്ന് നീ പുറത്തു പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിൽ വിശ്വസിച്ച് അവിടെ നീ നിൽക്കേണ്ടതാണ്. വൻഫിഖ് അലാ അഹ്ലിക മിൻ തൗലിക്, നിനക്ക് സാധ്യമാകുന്ന രീതിയിൽ നിനക്കുള്ള വിശാലതയിൽ നിന്ന് നിന്റെ കുടുംബത്തിന് നീ ചിലവഴിക്കുക. വലാ തർഫഅ അൻഹും അസാക അദബൻ, നീ നിന്റെ കുടുംബത്തിന് അഥവാ പ്രത്യേകിച്ച് നിന്റെ ഭാര്യയ്ക്ക് നേരെയെല്ലാം നീ വടി ഉയർത്തരുത്. അഥവാ അവരെ അടിക്കാൻ വേണ്ടി, വേദനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്, നീ ചെയ്യരുത്. എന്നിട്ട് പറഞ്ഞു വഅഖിഫ്ഹും ഫില്ലാഹ്, അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയെ പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകളെ പറഞ്ഞുകൊണ്ടാണ് നീ അവരെ ഭയപ്പെടുത്തേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവോട് പറയാം. വളരെ
മനസ്സിലാക്കേണ്ട വളരെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഹദീസിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. മറ്റു കാര്യങ്ങളാണ് മുആദ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള വസിയത്ത്. ബറകല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.